ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാളയുടെ വിഷ്വൽസും അങ്ങനെ പരിപാടികളും സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതിലെ ഒന്നാമത്തെ കാര്യം, ഇന്ന് രാവിലെ വാട്സപ്പ് നോക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള, എൻ്റെ ഉള്ളു നിറച്ചിട്ടുള്ള, നല്ല കുളിർമ നൽകിയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ സുധിയേട്ടനില്ലേ, സുധിയേട്ടൻ ഏകഛത്രാധിപതി കാളയുടെ ലൈറ്റ് ചെയ്യുന്ന കലാകാരൻ സുധിയേട്ടൻ്റെ കൊച്ച് പാലക്കാട് ജില്ലാ കലക്ടർക്ക് ആ കൊച്ചിൻ്റെ സമ്പാദ്യം, നമ്മൾ ഹുണ്ടിക എന്നൊക്കെ പറയൂലേ, അങ്ങനെ ആ ഹുണ്ടികയിലുള്ള പൈസ മുഴുവൻ ഡിസ്ട്രിക്ട് കലക്ടർക്ക് കൊടുക്കും. നമ്മുടെ വയനാട് ദുരന്തത്തെക്കുറിച്ച്, അതിൻ്റെ ഭീകരതയെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആ സഹായനിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ആ കൊച്ചു സ്വരൂപിച്ച് വെച്ചിട്ടുള്ള പൈസ കൊടുക്കുന്ന ഒരു സംഗതി, എനിക്കത് ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രചോദനമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചെറിയ കുട്ടികളെ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് നമുക്കത് എത്ര പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതിയാണ് തരുന്നത്. സുധിയേട്ടനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഏകഛത്രാധിപതി കാളയുടെ ലൈറ്റ് ചെയ്യുന്ന നല്ല ഒരുപാട് കഴിവുകളുള്ളൊരു കലാകാരനാണ്. ഏകഛത്രാധിപതി കാളയിൽ മാത്രമല്ല, മറ്റ് പല കാളകളിലും സുധിയേട്ടൻ ചെയ്യുന്നുണ്ട്. സുധിയേട്ടനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ള ലെവലിൽ സുധിയേട്ടൻ ഒരുപാട് അഭിമാനിക്കാം, ഇങ്ങനൊരു കൊച്ചിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നതിൽ. സുധിയേട്ടൻ എന്ന ആ ഒരു അച്ഛനും ഇരിക്കട്ടെ ഒരു പെൺതൂവൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കൊറോണ ടൈമിലായിക്കോട്ടെ, പ്രളയത്തിൻ്റെ ടൈമിലായിക്കോട്ടെ, കാര്യമായ രീതിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആളുകളെ ചേർത്ത് നിർത്താനും കൂടെ നിർത്താനുള്ള ശ്രമം നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ലാന്ന് എനിക്കറിയാം. എന്നാലും ഈ വയനാട് ഈ ഒരു കാര്യത്തിലും നമ്മളാൽ കഴിയാവുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള സഹായങ്ങൾ, ചേർത്ത് നിർത്തലുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ വ്യക്തിപരമായി, അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ക്ലബ്ബുമായി ബന്ധപ്പെട്ടോ, ഇപ്പോൾ അല്ലെങ്കിൽ വായനശാലയുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി അവർ സ്വരൂപിക്കുന്ന കാര്യങ്ങളുടെ പൈസ സ്വരൂപിക്കുന്നതിൻ്റെ കൂടെ കൂടിയിട്ടോ, അല്ലെങ്കിൽ ഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടോ, അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനം, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ പെങ്ങന്മാരും ആങ്ങളമാരും അച്ഛന്മാരും അമ്മമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ എല്ലാവരും. അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ അവരോട് ചെയ്യുന്നത് നമ്മൾ ഒരു മനുഷ്യർ എന്ന ലെവലിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മളത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കാണലുണ്ട് വളരെ നെഗറ്റീവായിട്ടൊരു വൈബൊക്കെ വെച്ചിട്ട്, അങ്ങോട്ട് പൈസ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങോട്ട് പൈസ കൊടുക്കണ്ട, അങ്ങോട്ട് പൈസ കൊടുത്ത് എത്തൂല എന്നൊക്കെ. അതെന്താവട്ടെ, അത് രാഷ്ട്രീയപരമായ കുറേ ചർച്ചകളൊക്കെ നമ്മൾ അതൊന്നും മണ്ടക്കിട്ട് വരില്ല. എനിക്ക് തോന്നുന്നത്, നമുക്ക് പറ്റാവുന്ന രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് അവരിലേക്ക് സഹായം എത്തിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന ആ രീതിയിൽ ചെയ്യുക എന്നുള്ള വലിയ കാര്യമായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് സഹായിക്കാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് അവർക്ക് വേണ്ട ഡ്രസ്സുകൾ, പുതിയ ഡ്രസ്സുകൾ എവിടുന്നെങ്കിലൊക്കെ കുറച്ച് പേരെ സ്പോൺസേഴ്സൊക്കെ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ സംഭവം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വേറെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഞാൻ അവിടെ വന്നിട്ട് അത് ചെയ്യണം മറ്റേ ചെയ്യണം അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ പറയുന്ന ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സംഭവമായിട്ടോ, അല്ലെങ്കിൽ സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന സാധനമായിട്ടായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളി. ഇത് എനിക്ക് നമ്മുടെ വീഡിയോസ് കൃത്യമായി കാണുന്ന, അതായത് കാര്യമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, വളരെ പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കുന്ന, കൂടെ നിൽക്കുന്ന, ഇത് ചെയ്യണത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് നിർദ്ദേശങ്ങളായിട്ടും, അതേപോലെ തന്നെ ചെറിയ ശാസനകളായിട്ടൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകളോടാണ് ഞാൻ സംവദിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സന്തോഷ വർത്താനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാറായി നിൽക്കുകയാണ്. അതായത് ഒരു 390 മണിക്കൂറും കൂടി നമ്മുടെ വീഡിയോസ് ആളുകൾ കാണുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് എലിജിബിൾ ആവുന്ന ഒരു അവസ്ഥയിലെത്തും. സത്യം പറയില്ല, ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനൊരു 2 കൊല്ലം മുമ്പ് എന്തോണ് ഇത് എല്ലാവരോടും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇതാണ് നമ്മളൊരു പോയിൻ്റ് കേട്ടോ. ഇനി സംഭവത്തേക്ക് വരട്ടെ. ഞാനിതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലർക്ക് എന്താണ് ഒരു പോയിൻ്റിൽ നിന്ന് വേറൊരു സാധനത്തേക്ക് കൊണ്ട് അങ്ങനെ സംഭവം എന്താ വെച്ചാൽ, എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ ഒരുപാട് പേടിയുള്ള ഒരു ഇൻട്രോവേർട്ടാണ് ഞാൻ. ഇൻട്രോവേർട്ടുകളെ കുറിച്ചിട്ടൊക്കെ അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും. ഭയങ്കര പ്രശ്നമാണ് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരാളോട് അങ്ങോട്ട് കയറി സംസാരിക്കാനൊക്കെ കജ്ജും കാര്യം വരയ്ക്കും. പ്രത്യേകിച്ച് കാര്യമായി നെർവസ്നെസ് ഉള്ള, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന
വളരെ നാണം കുണുങ്ങിയായ ഒരു ചെങ്ങായിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ആളുകളുടെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ ഞാനുമായി സംസാരിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ പലപ്പോഴും അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ആലോചിക്കേണ്ടായിരിക്കും. അതെന്താ വെച്ചാൽ നമുക്കത് ടെൻഷൻ വന്നിട്ടും അങ്ങനെയൊക്കെ. ഇപ്പോൾ ജിഷ്ണുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ജിഷ്ണുവിനോട് ഞാനത് പറഞ്ഞിരുന്നത്, ജിഷ്ണു എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ ജിഷ്ണുവിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജിഷ്ണുവിൻ്റെ മാത്രമല്ല ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചില ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ കൃത്യമായിട്ട് എല്ലാ ആളുകളുടെയും പേര് ഇപ്പോൾ ഒരു 50 ആളുണ്ടെങ്കിൽ 50 ആളുകളുടെ പേര് ഇപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ മെഷീനൊന്നുമല്ലല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും പേരുകൾ അറിയാണ്ട് നമ്മൾ വിട്ടുപോയാലോ എന്നുള്ള പേടി കൊണ്ടാണ് എല്ലാവരും പേരുകളൂടെ പറയാത്ത. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പോകുന്ന സമയത്ത് 10 പൈസ അവരുടെ ഇത് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവർ തിരക്കിലാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കുറേ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പല ആളുകളെയും ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വാട്സപ്പിൽ എനിക്ക് ഒരുപാട് വീഡിയോസ് അയച്ചു തരുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന, കാര്യങ്ങൾ ചോദിക്കുന്ന, ഇതെന്തായി അത് ചെയ്യണില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ എഡിറ്റിങ്ങും ഈ സംഗതികളും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ 2 കൊല്ലം മുമ്പ് എന്തോ അത് എൻ്റെ കയ്യിൽ കാളവയിലേക്ക് പോയ സമയത്ത് ഒരു 2-3 വീഡിയോസ് എന്തുണ്ടായത് അത് ഞാൻ ചുമ്മാ പോസ്റ്റ് ചെയ്തു. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ഡെക്കറേഷനോ തമ്പനെയിലോ ടാഗുകളോ ഡിസ്ക്രിപ്ഷനോ ഒന്നുമില്ലായിരുന്നു. ചുമ്മാ കയറ്റി വിട്ട സാധനമാണ്. ഞാൻ എന്നിട്ട് വേറൊരു യൂട്യൂബ് അക്കൗണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഞാൻ ഒരു വർഷം എന്താ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതിൽ 470 എന്തോ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ 467 സബ്സ്ക്രൈബേഴ്സ് വന്നു. അപ്പോൾ പിന്നീട് പിറ്റത്തെ വർഷം, അതായത് രണ്ടാമത്തെ വർഷം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൻ്റെ കാര്യമില്ല പറഞ്ഞാൽ അതിന് മുന്നത്തെ വർഷം. ആ ടൈമിൽ എനിക്ക് കിട്ടിയ കുറച്ച് വീഡിയോസും ഇതേപോലെ നമുക്കറിയാലോ എഡിറ്റിങ്ങും അതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു അനലൈറ്റിക്സും കാര്യമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ കുറേശ്ശെ കയറ്റി വിടാൻ തുടങ്ങി. ഇപ്പോൾ അതും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാം എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ ഏകദേശം ആ ടൈമിൽ എന്താണെന്ന് തോന്നുന്നു. അപ്പോഴാണ് അങ്ങനെയാണ് നമ്മൾ കാളകളെക്കുറിച്ച് ഓരോ സംഗതി ചെയ്യുന്നു. അതിൽ പല ആളുകളും വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പല വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. അവരെ കയ്യിലുള്ള പോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത കുറേ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറേ വീഡിയോസ് ഞാനും മുക്കിയിട്ടുണ്ട്, കാര്യം പറയാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്സ് ആയിട്ടും ഇതൊക്കെ ആയിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദയവ് ആരും തെറി വിളിക്കരുത്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒന്നാമത് കാളയുടെ പ്രൊമോഷനും നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷനും, അതേപോലെ തന്നെ ഇത് താല്പര്യമുള്ള ആളുകളിലേക്ക് ഇത് എത്താനും, അതേപോലെ നമ്മൾ വിചാരിച്ച ഒരു കാളയുടെ വിഷയം ഒരുപക്ഷെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഇവിടുന്നാണ് ആ സാധനം പൊക്കണ പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ സംഭവിക്കാണ്ട് ആർക്കെങ്കിലും അത് നെഗറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കും ചില സമയത്തൊക്കെ ഇത് മോശമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുള്ള ആളുകളോടൊക്കെ ഇത്രയും കാലം എൻ്റെ കൂടെ എന്നുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദിയും കടപ്പാടും സ്നേഹമൊക്കെ അറിയിക്കുന്നു, സന്തോഷമൊക്കെ അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം അത് തന്നെ കുറച്ച് മണിക്കൂറുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് മോണിറ്റൈസേഷൻ നമ്മൾ എലിജിബിൾ ആയിരുന്നായിരിക്കും. പിന്നെ നമുക്കറിയാലോ, എനിക്കിത് കൃത്യമായിട്ട് ഇതിൻ്റെ അവസ്ഥകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഡിറ്റിങ്ങിൽ തന്നെ ചില സാധനങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഇതിൽ ഇഫക്റ്റുകൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ തന്നെ അറിയണത്. ഇപ്പോൾ അത് കുറച്ച് ദിവസം മുമ്പായിരുന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തമ്പനെയിൽ ക്രിയേഷനൊക്കെ പല സാധനങ്ങൾ അറിയില്ല, അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ കുറച്ച് പഠിച്ചു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു, ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഞാനൊരു 1 മണിക്കൂർ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് വിചാരിക്കാം, എനിക്കതിൽ സൗണ്ട്, ഈ ബഹളങ്ങൾ, അല്ലെങ്കിൽ ഇഫക്റ്റുകൾ, ലൈറ്റ്, ഇത് സംഗതികളൊക്കെ ഇല്ലേ, അതിലെ ആശയങ്ങൾ, സാധനങ്ങളൊക്കെ, അതിൽ കാണുന്ന കേൾക്കുന്ന കുറേ കാര്യങ്ങൾ, കഥകൾ, റീൽസൊക്കെ ഉണ്ടാവില്ലേ, ഈ സാധനം എന്നെ വല്ലാണ്ട് ബാധിക്കും. കാരണം വളരെ സെൻസിറ്റീവായ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെന്നെ ബാധിക്കാൻ തുടങ്ങും. ഇതെൻ്റെ പല സമയത്ത് നമ്മൾ മറ്റ് പ്രവൃത്തികളെ ഇത് ബാധിച്ചു തുടങ്ങും. അതേപോലെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഒരു ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമാണ്. അതുപോലെ പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ഇവിടുന്ന് ഒരാൾ വന്ന് സംസാരിച്ച് വരിക, മുട്ടുകാല് വിറയ്ക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു വിറയ്ക്കുന്നല്ല, ഞാൻ അതൊന്നും ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു മാത്രം. ഉള്ളിൽ ഇങ്ങനെ കിടുകിടുന്നതിന് വിറയ്ക്കും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ അങ്ങോട്ട് കയറി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കത്രയും കംഫർട്ടബിളായി തോന്നുന്നത്, എനിക്ക് സേഫായി തോന്നുന്ന ആളോട് മാത്രമാണ് ഞാൻ
അങ്ങോട്ട് കയറി സംസാരിക്കാറുള്ളൂ പൊതുവെ. അതിപ്പോൾ എന്നോട് അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം, നമ്മൾ പലരും ഇപ്പോൾ ഈഫർ എലിഫൻറ്റ് പോലുള്ള, ശ്രീഫർ എലിഫൻറ്റ് പോലെ, ഈഫർ എലിഫൻറ്റ് പോലെയുള്ള ഒരു രീതിയിലൊക്കെ ഒരു ലോങ് വീഡിയോസ് 20 മിനിറ്റോ ഒക്കെയുള്ള അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും മൈൻഡിൽ പ്ലാനുകൾ. ഇന്ന് അതേപോലെ കോപ്പി അടിക്കുക എന്നല്ല ഉദ്ദേശിച്ച്, അത് ആനകളെക്കുറിച്ചാണെങ്കിൽ ഇത് കാളകളെക്കുറിച്ച് അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ യാത്രകളും പരിപാടികളൊക്കെ ഇനി ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കലായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ നമ്മളിത് പ്രൊഫഷണൽ ചെയ്യുന്നൊരു കാര്യമില്ല. പക്ഷേ ഇനി അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചുകൂടി പ്രൊഫഷണൽ ടച്ചോട് കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതുപോലെ ആളുകളായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഇപ്പോഴും പാടുണ്ട്. അറിയാവുന്നതാണ്. ഇപ്പോൾ മുകേഷ് ഏട്ടനൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ് മുകേഷ് ഏട്ടനൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് അപരിചിതരോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര കുറച്ചായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ കുറേ ദിവസം ഡിലേ ആക്കിയിട്ടാണ് സംസാരിച്ചിങ്ങനെ തുടങ്ങിയത്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഭയങ്കര അഹങ്കാരമാണോ ജാടയാണോ. അല്ല, പേടിച്ചിട്ടാണ്. സത്യാവസ്ഥ ഇതാണ്, പേടിച്ചിട്ടാണ്. അപ്പോൾ മുകേഷ് ഏട്ടനെ പിന്നെ പറഞ്ഞു, മുകേഷ് ഏട്ടന് എൻ്റെ ഏട്ടനെയൊക്കെ അറിയാം. അവരൊരുമിച്ച് ഫുട്ബോൾ കളിക്കലും അങ്ങനെ സംഭവമാണ്. ഞങ്ങൾ ഏകദേശം അടുത്ത നാട്ടുകാരാണ്. ഒരു 3 കിലോമീറ്ററിൻ്റെ ഏകദേശം അപ്പുറമുള്ള ആളാണ് മുകേഷ് ഏട്ടൻ. അടുത്ത നാട്ടുകാരാണ്. അപ്പോൾ മുകേഷ് ഏട്ടന് എൻ്റെ വീടും എൻ്റെ സ്ഥലവും ഒക്കെ അറിയാം. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പിന്നെയാണ് പറഞ്ഞു വരുന്നത് ഞങ്ങൾ അങ്ങനെ അറിയാം, അങ്ങനെ സംഭവമാണെന്നൊക്കെ. അപ്പോൾ നമ്മളൊരു ഏട്ടനോട് സംസാരിക്കുന്ന പോലെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് നമുക്ക് എന്തും പറയാവുന്ന രീതിയിൽ, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടും തിരുത്താവുന്ന രീതിയിലൊക്കെ മൂപ്പര് സ്വാതന്ത്ര്യം എടുക്കാനുള്ള പ്രതീക്ഷയിലാണ് മൂപ്പരെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ ഇടപഴകുന്നത്. മൂപ്പരോട് മാത്രമല്ല പൊതുവെ ആളുകൾ, ഇപ്പോൾ സുധീഷ് ഏട്ടനായിക്കോട്ടെ, ജിഷ്ണു ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, പുണ്യേട്ടനായിക്കോട്ടെ, എല്ലാവരോടും നമ്മൾ ഇടപഴകുന്ന രീതി അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴും ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളോട് ഇടപഴകുമ്പോൾ എനിക്ക് ഈ ഒരു പക്വതക്കുറവോ അല്ലെങ്കിൽ പറഞ്ഞ പോലെയുള്ള പ്രായത്തിൻ്റേതായ ബോധമില്ലായ്മയും അതോടെ ഒരു പരിഭ്രമവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്നെ അറിയാവുന്ന ആളുകൾക്ക് ഇത് മനസ്സിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബ് യാത്രയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല ദിവസവും പല കാര്യങ്ങളൊന്നും എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്കൊന്നൊരു വീഡിയോ ചെയ്യണം, ഒരാൾ പോയി കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയം തരുമഴ. രണ്ടാമത്തെ ഒരു വയനാട് ദുരന്തത്തിനിടയ്ക്ക് സംഭവിച്ചു. എല്ലാവരും മാനസികമായിട്ട് വളരെ ഡൗൺ ആയിരുന്നു. എന്നെ ഇത് ഒരുപാട് ബാധിച്ചു. കാരണം നമ്മളിത് സ്ഥിരമായിട്ട് കാണുകയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വൈകാരികമായ ഇതിനെ അതിജീവിച്ചിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഞാനൊരു ഫീലിംഗ് ടൈപ്പ് സെൻസിറ്റീവായ മനുഷ്യൻ. അപ്പോൾ തന്നെ പെട്ടെന്ന് ബാധിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഒരാൾ കരയുന്നതായിട്ടോ ഒരു മരണം നടന്നതായിട്ടോ എന്തെങ്കിലും ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ എന്നത് വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ ചില ആളുകളായിട്ട് നമ്മൾ 3 ആൾക്കാരായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഇൻ്റർവ്യൂ ഒക്കെ മിസ്സായിപ്പോയി. നമ്മൾ വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത ചില സാധനങ്ങളിൽ അതൊന്നും ആ സമയത്ത് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ പ്രാക്ടിക്കലായ ബുദ്ധിമുട്ടുകൾ ഇതാണ്. നമ്മളിപ്പോൾ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതുമാത്രമല്ല, നമ്മളൊരാളെ കാണാൻ വേണ്ടിയിട്ട് ബോറടിക്കേണ്ട കൂട്ടങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷേ എനിക്കിത് പറയണം തോന്നുന്നതുകൊണ്ട് പറയണം. നമ്മളൊരാളായിട്ട് ഇപ്പോൾ ഒരു ഞായറാഴ്ച ഒരാളുടെ പെർമിഷൻ എടുത്ത് നമ്മളവർ കാണാൻ വേണ്ടി പോയിരിക്കാം. അപ്പോൾ ആ ചേട്ടന് ആ ഞായറാഴ്ച അവരുടേതായ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതും കൂടി മനസ്സിലാക്കിയിട്ട് പോകണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ അവർ നമ്മുടെ 10 പൈസ ചോദിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തും ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തും ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്തും പാഷൻ്റെ പുറത്തും മേഖലയോടുള്ള താല്പര്യത്തിൻ്റെ പുറത്തും ഒക്കെയാണ് അങ്ങനെ ഒരു പെർമിഷൻ നമുക്ക് തരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഇപ്പോൾ മഴ കാര്യമായി ബാധിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ 2-3 പേരൊക്കെ ആ സമയത്ത് നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സമയത്തിന് കൂടി നമ്മൾ ഒരുപാട് വില കൽപ്പിക്കണം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, ആളുകളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് ആളുകളായിട്ട് പോകുമ്പോഴൊക്കെ അതിനും പ്രാക്ടിക്കലായ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൂ. കാരണം നമ്മളങ്ങനെ ഒരു വലിയൊരു ടീമായിട്ടൊന്നല്ല ഈ സംഗതി ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായി അറിവുള്ള ആളുകളല്ല ആരും. ഞാനടക്കമുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിലുള്ള ആളുകൾ ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളുകളല്ല, ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നു മാത്രം. അപ്പം ഞാനും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാനൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടല്ല പറയുന്നത്. അല്ല, ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അത് ഇപ്പോൾ ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയാണ് കേട്ടോ ഒരാൾ പറഞ്ഞാൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. ഇങ്ങനൊരു സംഭവമാണ്. അങ്ങനെയാണ് നമുക്ക് വളരാനും സംഭവങ്ങളും നമുക്ക് ഡെവലപ്പ് ആവാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഹോംവർക്ക് ചെയ്ത് ഒരു പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് കുറച്ച് അറിവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് വേണം നമ്മൾ ആ മേഖലയിലേക്ക് ഒരാളെ കാണാനും ഒക്കെ പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വയനാട്ടിലെ ദുരന്തം കൂടി വന്നതോടുകൂടി അട്ടപ്പട്ടെല്ലാം നമ്മളെ ബാധിച്ചു സാധനം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാവരും കുറേശ്ശെയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടും വൈകാരികമായി ചേർത്ത് നിർത്തിയിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ.
അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളത് പങ്കുവെക്കാനുള്ളത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, അത് ഒരു എന്താ പറയുക, സ്വയം വിമർശനമായിട്ട് തന്നെ എടുക്കുന്ന നമ്മുടെ ചാനൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ കാണുന്ന 90% ആളുകളും നമ്മുടെ യൂട്യൂബിലെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയാൽ നമുക്ക് മനസ്സിലാവും. അത് നമ്മുടെ വീഡിയോസ് കാണുന്ന 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ചാനലാണ്, ഒരു 2029 എന്തോ സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതിൽ വീഡിയോസ് കാണുന്ന 90% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് വരേണ്ടതാണ്, പക്ഷെ ഇത്ര പേര് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, പാരമില്ലാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര കള്ളു കുടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് വിചാരിക്കുക, അല്ലെങ്കിൽ അമ്മ നോക്കണില്ല വിചാരിക്കുക, അല്ലെങ്കിൽ അമ്മ വേറെ ഒരാളുടെ കൂടെ പോയി വിചാരിക്കുക, അല്ലെങ്കിൽ അച്ഛൻ വേറെ ഒരാളുടെ കൂടെ പോയി, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മരിച്ച കുട്ടികൾ അല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസം ഈ ഒരു മേഖലയിലേക്ക് കാര്യമായിട്ട് ഇടപെടണം എന്നൊക്കെ ചെറുപ്പം മുതൽ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ആളാണ്. ഞാനൊരു 9ാം ക്ലാസ് മുതൽ പാർട്ട് ടൈം പണിക്ക്, 10ാം ക്ലാസ് മുതലൊക്കെ കാര്യമായി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് അങ്ങനെ വന്ന ഒരാളാണ് ചെറുപ്പം മുതൽ തന്നെ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്തായിരുന്നു. നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് പഠിച്ചില്ല. അത് നമുക്ക് ലൈഫ് ഈസി അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വൈബ് മനസ്സിലാവും. അപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു മേഖലയിൽ കാര്യമായിട്ട് ചെയ്ത് സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് നല്ലൊരു സ്നേഹസമ്പന്നരായ ഒരാളുകളുടെ ഇടയിൽ കൂടെ ജീവിക്കണമെന്നും, ഒരു ടീമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, അതുപോലെ ഒറ്റയ്ക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും, ഇങ്ങനെയുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റണ രീതിയിൽ ചെയ്യണമെന്നും, ഒരു മാറ്റം സൃഷ്ടിക്കാനുള്ള ഒരു ടീമിൻ്റെ ഭാഗമാവണം എന്നൊക്കെ ആഗ്രഹിച്ചുള്ള സംഭവമാണ്. അതിപ്പോൾ ഒരു കേരളം എന്നുള്ളൊരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിന് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇതൊന്നും മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പറയുന്നത്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്ന, റെഗുലറായിട്ട് വീഡിയോസ് കാണുന്ന, നമ്മളെ വിമർശിക്കുന്ന, കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളോടുള്ള ഒരു റിക്വസ്റ്റാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതായത് എവിടെയെങ്കിലും കാളയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള, കാളവേല ഇഷ്ടമുള്ള ആളുകളിലേക്ക് ഈ സാധനം എത്തപ്പെടാതെ പോകരുത് എന്നതാണ് ഇതിലെ പോയിൻ്റ്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്നാണ്, അൺസബ് ചെയ്തിട്ട് പോകാനാണെങ്കിൽ താല്പര്യം അങ്ങനെ ചെയ്തോളൂ. നമ്മളിപ്പോൾ ഒരാളെ പിടിച്ച് നിർത്തണമില്ല. അപ്പോൾ ഇത് പറഞ്ഞു ഇത്രയും നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് തന്നെയാണിത്. നമ്മളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ സംഭവം ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഒരു സമയത്ത് നമ്മൾ കട്ടക്കുള്ള കുറേ സാധനങ്ങൾ ചെയ്യേണ്ടായിരിക്കും. എൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നതാണ്, ഇനി വരുന്ന സീസണിൽ ഒരു ഡ്രോൺ വാങ്ങി ഡ്രോൺ വെച്ചിട്ട് വേലയുടെ വിഷ്വൽസും പരിപാടികളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതേപോലെ കുറച്ച് വലിയ പോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു മൈക്കൊക്കെ വെച്ചിട്ട് കാളവേലയുടെ കുറേ സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട്. കുറേ പ്ലാനുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ ഈ റൂം, ഈ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. ഇത് മൊത്തം ഒരു സ്റ്റുഡിയോ സെറ്റപ്പാക്കി മാറ്റണമെന്നുണ്ട്. കുറേ കാളത്തലകളും കുറേ കാളകളുടെ ഫോട്ടോസും അതേപോലെ വേറെ കുറേ സാധനങ്ങൾ, വിഷ്വൽസും അതും ഇതുമൊക്കെ ചേർത്തിട്ട് ഒരു കാളയുടെ ഒരു മിനി സ്റ്റുഡിയോ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അതുപോലെ 4 സൈഡിലും കുഞ്ഞേ കാളകളെയൊക്കെ ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. എന്താ അവസ്ഥ എന്നാവോ നോക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ അത്ര ഇങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മാത്രം. വീണ്ടും പറയുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് സംവദിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ. അപ്പോൾ അതിനാ രീതിയിൽ തന്നെ എടുക്കാം. ദയവ് ഇത് നെഗറ്റീവ് കമൻറ്റുകളായിട്ട് ആരും വരണ്ട. ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങളെ റിപ്പോർട്ട് അടിക്കും, അല്ലെങ്കിൽ ഞാനത് മൈൻഡ് ചെയ്യൂല. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് സാധാരണ മനുഷ്യരായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്ന രീതിയിൽ, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ജീവിക്കാനാണ് എനിക്കും ആഗ്രഹം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.